വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് നാം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് കുറച്ചു കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നമ്മുടെ ഖബറിലേക്ക് അദാബിന്റെ മലക്കുകൾ വരുന്ന സമയത്ത് തടയിടാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സൂറത്തുണ്ട്. ആ സൂറത്തിനെ ഇശാ മഗ്‌രിബിനിടയിൽ നാം ഓതിയിരിക്കണം. എല്ലാ ദിവസവും നാം പതിവാക്കിയിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്തു തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൂടെ കടങ്ങളുണ്ട്, ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവരുടെയും എല്ലാ കടങ്ങളും അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാകട്ടെ. അതിനുള്ള വഴികൾ അല്ലാഹു തആല തുറന്നു തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് 24 മണിക്കൂർ സമയം നമുക്ക് തന്നിട്ടുണ്ട്. നാം അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ നമ്മിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എന്നാൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി നാം കിടക്കുന്ന സമയം 10 മണി വരെയുള്ള സമയത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു തീർക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും നിത്യവും നാം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ദുനിയവിയും ഉഖറവിയുമായ വിജയത്തിലേക്ക് നിദാനമായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണത്. വൈകുന്നേരം 6 മണിയാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള എല്ലാ ജോലികളും നാം തീർത്തുകൊണ്ട് അതിനു വേണ്ടി തയ്യാറാവണം. പ്രിയപ്പെട്ട ഉമ്മമാരും പ്രത്യേകിച്ചും നമ്മുടെ മക്കളെയൊക്കെ വൈകുന്നേരം മഗ്‌രിബിന് മുമ്പായി കൊണ്ട് തന്നെ കുളിപ്പിച്ച് വൃത്തിയായി നമ്മുടെ നിസ്കാര മുസല്ലയിലേക്ക് എത്തിച്ചിരിക്കണം. അത് ഉമ്മമാർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. വൈകുന്നേരം 6 മണി മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പായി ഒരു 15 മിനിറ്റെങ്കിലും മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി നാം തയ്യാറായിക്കൊണ്ട് ആ നിസ്കരിക്കുന്ന മുസല്ലയിലേക്ക് പ്രിയപ്പെട്ട ഉമ്മമാരും ഭർത്താക്കന്മാരും അതേപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒരു റൂമിൽ വന്നിരുന്നു കൊണ്ട് മക്കളടക്കം ഇരുന്നു കൊണ്ട് 15 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ വീട്ടില് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ തസ്ബീഹ് നാം ചൊല്ലണം. എല്ലാ ദിവസവും പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി പറയാണ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, 2 ചെറിയ വാക്കുകൾ നാവിനിക്ക് വളരെ ലളിതമായ വാക്കുകളാണ്. സഖീലത്താനി വൽ മീസാൻ, നമ്മുടെ മീസാനിൽ വളരെയധികം ഭാരം കൂടുന്നതുമാണ്. ഹബീബത്താൻ ഇലർ റഹ്മാൻ, ആ 2 വാക്കുകൾ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളാണ്. അതേതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നുള്ളതാണ്. അതിനോട് കൂടെ നാം ഇസ്തിഗ്ഫാർ കൂടി കൂട്ടിച്ചൊല്ലുകയാണ്. വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നാം കൂട്ടിച്ചൊല്ലുമ്പോൾ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വാക്കുകൾ, നമ്മുടെ മീസാനിൽ ഭാരം തൂങ്ങുന്ന 2 വാക്കുകൾ. സുബ്ഹാനല്ലാഹ്. ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നുള്ള ദിക്ർ എല്ലാ ദിവസവും നാം വൈകുന്നേരം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ മീസാനിൽ തുലാസിൽ ഭാരം കൂടിയാൽ നമ്മുടെ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. പിന്നെ നമുക്ക്
നമ്മുടെ മീസാൻ ഭാരം തൂങ്ങുന്നതോടുകൂടി പിന്നെ നമുക്ക് രക്ഷ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിത്യവും നാം വൈകുന്നേരം ഈ സമയത്ത് തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ആ സമയത്ത് തസ്ബീഹ് പ്രത്യേകമായി ചൊല്ലണമെന്ന് മഹാന്മാരെല്ലാവരും പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ നാമും നമ്മുടെ ജീവിതത്തിൽ ആ സമയം തസ്ബീഹിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം, ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത്. ഇശാമഗ്‌രിബിനിടയിൽ നമ്മുടെ വീട്ടിൽ നാം സുഗന്ധം ഉപയോഗിക്കണം. നല്ല അത്തർ പുരട്ടുക, അതല്ലെങ്കിൽ നല്ല ഊത് പുകയിപ്പിക്കുക, നജസില്ലാത്ത ചന്ദനത്തിരികൾ ഉപയോഗിച്ചുകൊണ്ട് പുകയിപ്പിക്കുക. ഇങ്ങനെ സുഗന്ധം ഉണ്ടാക്കലാണ് ഉദ്ദേശം. ചില വീടുകളിലൊക്കെ വൈകുന്നേര സമയത്ത് ഇങ്ങനെ കുറെ പുക ഉണ്ടാക്കുന്നത് കാണാം. പുകയല്ല, സുഗന്ധം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ സുഗന്ധം നമ്മുടെ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ശൈത്വാന്മാര് നമ്മുടെ വീട്ടിൽ നിന്ന് അകന്നു പോവുകയും റഹ്മത്തിന്റെ മലക്കുകൾ വീട്ടിലേക്ക് വരാൻ കാരണമായി തീരുകയും ചെയ്യും. അതുമാത്രവുമല്ല, സുഗന്ധം ഉപയോഗിക്കുമ്പോൾ ബുദ്ധി വികസിക്കുമെന്നും മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ആ സമയത്ത് ഇശാമഗ്‌രിബിനിടയിൽ നമ്മുടെ വീട്ടിൽ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നാം സുഗന്ധം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. സുഗന്ധം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കുക. അതുപോലെ മഗ്‌രിബ് നിസ്കരിക്കുക ഉടനെ തന്നെ, മഗ്‌രിബ് ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ജമാഅത്തായിക്കൊണ്ട് തന്നെ എല്ലാവരും മഗ്‌രിബ് നിസ്കരിക്കുക. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ അദ്കാറുകളും ദുആവും ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ സൂറത്തു യാസീൻ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് സൂറത്തു യാസീൻ ഓതുക. എന്തൊരു ഐശ്വര്യമായിരിക്കും ആ വീട്ടിൽ. സൂറത്തു യാസീനെ കുറിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്തിനു വേണ്ടിയാണോ അവൻ സൂറത്ത് യാസീൻ ഓതുന്നത് അത് അവനിക്ക് ലഭിക്കുമെന്ന, പഠനത്തിൽ പുരോഗതി ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഓതുന്നതെങ്കിൽ അവർക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. ഒരു ബിസിനസ്സുകാരൻ തന്റെ ബിസിനസ്സിൽ പുരോഗതി ലഭിക്കണം, കച്ചവടത്തിൽ നല്ല ലാഭം ലഭിക്കണം, ഐശ്വര്യമുണ്ടാവണം എന്ന ചിന്തയോടുകൂടിയാണ് സൂറത്ത് യാസീൻ ഓതുന്നതെങ്കിൽ അവനിക്കത് ലഭിക്കും. ഒരു ഉമ്മ തന്റെ അസുഖങ്ങൾ മാറണം, വിട്ടുമാറാത്ത തലവേദന, മറവി, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട്. എല്ലാവരും അവരുടെ ആ രോഗം മാറണമെന്ന ഉദ്ദേശത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി സൂറത്ത് യാസീൻ പാരായണം ചെയ്തു നോക്കൂ. തീർച്ചയായും അത് മാറും. സ്വാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ ലഹു, എന്തിനു വേണ്ടിയാണോ ഓതുന്നത് അത് അവനിക്ക് ലഭിച്ചിരിക്കുമെന്നാണ്. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ സൂറത്ത് യാസീൻ ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഇശാമഗ്‌രിബിനിടയിൽ എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് സൂറത്ത് യാസീൻ ഓതുക. അത് കഴിഞ്ഞാൽ സൂറത്ത് യാസീൻ ഓതി കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക. സൂറത്തുൽ വാഖിഅക്ക് ധാരാളം പ്രതിഫലങ്ങളുണ്ട്. മുമ്പും പറഞ്ഞതാണ്, സൂറത്തുൽ വാഖിഅ ഓതുന്നവനിക്ക് ദാരിദ്ര്യം അവനിക്കുണ്ടാവുകയില്ല എന്നാണ്. അതാണ് സൂറത്തുൽ വാഖിഅയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അന്ന ഖറഅഹ കുല്ല ലൈലത്തിൻ തംനഉൽ ഫിക്റ വതജല്ലുബുർ റിസ്ഖ, അവനിലേക്ക് ഐശ്വര്യം വന്നു ചേരുകയും ദാരിദ്ര്യം അവനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമെന്നാണ് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്കൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നഹു ഖാല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ, ആരെങ്കിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു, ഫി കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും അവൻ പാരായണം ചെയ്താൽ, ലം തുസിബഹു ഫാഖതൻ അബദാ, ഒരു കാലത്തും അവനിലേക്ക് ദാരിദ്ര്യം വന്നെത്തുകയില്ല, മുസീബത്ത് വിപത്തുകൾ ദാരിദ്ര്യം അവനിലേക്ക് വന്നെത്തുകയില്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ സൂറത്തുൽ വാഖിഅ നാം എല്ലാ രാത്രിയിലും പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നാം പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്, തബാറക സൂറത്ത്. ഒരുപാട് ആളുകൾക്ക് ഓതി അത് കാണാതെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ സൂറത്തുൽ മുൽക്ക് നാം നിത്യവും രാത്രിയിൽ ഓതേണ്ട സൂറത്താണ്. അന്നഹ തശ്ഫഉ ലിസ്വാഹിബിഹ വതൻജിയതു മിൻ അദാബിൽ ഖബർ.
അന്നഹാ തശ്ഫഉ ലിസ്വാഹിബിഹാ വതുൻജിഹി മിൻ അദാബിൽ ഖബ്ർ. അതിനെ ഓതുന്നവനിക്ക് ആ സൂറത്തുൽ മുൽക്ക് ശഫാഅത്ത് ചെയ്യുകയും അതുപോലെ തന്നെ നരകത്തിലെ അദാബിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, സൂറത്തു തബാറക ഹിയ മാനിഅത്തുൻ മിൻ അദാബിൽ ഖബ്ർ. ഖബറിലെ ശിക്ഷയെ തൊട്ട് തടയപ്പെടുന്നതാണ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താലെന്നാണ്. വതശ്ഹദു ലിസ്വാഹിബിഹാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളില് സൂറത്തുൽ മുൽക്ക് ഓതുന്നവനിക്ക് ആ സൂറത്തുൽ മുൽക്ക് ശഫാഅത്ത് ചെയ്യും, സാക്ഷിയായി നിൽക്കും. അവൻ എന്നെ ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് സാക്ഷി പറയും, ശഫാഅത്ത് ചെയ്യും. പടച്ച റബ്ബേ, ഇവനെ നീ രക്ഷപ്പെടുത്തണേ, എന്നെ ഓതിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മുൽക്ക് അവനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. പതിവാക്കിയാലുള്ള നേട്ടമാണ്. ശ്രമിക്കണേ, ശ്രദ്ധിക്കണേ. ഇശാമഗ്‌രിബിനിടയിൽ അല്ലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് നാം ഓതേണ്ട ധാരാളം സൂറത്തുകളുണ്ട്. സൂറത്തു സജദ, സൂറത്തുർ റഹ്മാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സൂറത്തുകളും നാം ഓതിയിട്ട് അല്പസമയം നാം ദിക്ർ ചൊല്ലാൻ വേണ്ടി കൂടി നാം സമയം കണ്ടെത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റിനെ നാം ധാരാളമായി പതിവാക്കണം. മരണസമയത്ത് ഈമാനോടുകൂടി മരിക്കണം. നമുക്ക് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹു ആ വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പതിവാക്കി നിത്യവും അവന്റെ നാവിൽ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവൻ പതിവാക്കി ചൊല്ലിയാൽ പിന്നീട് അവന്റെ നാവിലൂടെ വരുന്ന ദിക്ർ അതായിരിക്കും. അത് കാരണമായി മരണസമയത്ത് അവനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അപ്പോൾ നാം ആ ദിക്റിനെ ധാരാളമായി പതിവാക്കുക. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കുക. എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് ചൊല്ലുമ്പോൾ അസ്മാഉൽ ഹുസ്ന നാം എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് നാം ചൊല്ലുക. യാ അല്ലാഹു ജല്ല ജലാലു യാ റഹ്മാനു ജല്ല ജലാലു യാ റഹീമു ജല്ല ജലാലു. ഇങ്ങനെ അള്ളാഹുവിന്റെ ജല്ല ജലാലു കൂട്ടിയിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ എന്ത് രസമായിരിക്കും കേൾക്കാൻ. ആ വീട്ടിൽ എന്ത് റഹ്മത്തുണ്ടാവും, ബറക്കത്തുണ്ടാവും. അള്ളാഹു ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും നാം ചൊല്ലണം. ചൊല്ലുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവരും കൂടി ചൊല്ലുമ്പോൾ ഒരു നിശ്ചിത എണ്ണം നാം ചൊല്ലിയിട്ട് ഓതിയിട്ട് ആ എണ്ണം നാം ഒരു സ്ഥലത്ത് എഴുതി വെക്കുക. ഇങ്ങനെ 1,00,000 ഇഖ്ലാസ് സൂറത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ കഴിഞ്ഞാൽ മരിച്ചാൽ ആ ഖബറിൽ അവനിക്ക് വിചാരണ ഉണ്ടാവുകയില്ല, ചോദ്യമേ ആ മനുഷ്യന്റെ ഖബറിൽ ഉണ്ടാവുകയില്ല. 1,00,000 ഇഖ്ലാസ് സൂറത്ത് ഓതാൻ കഴിഞ്ഞാൽ 1,00,000 ഇഖ്ലാസ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരു ദിവസം ഓതി തീർക്കണമെന്നല്ല പറഞ്ഞത്. എല്ലാ ദിവസവും നാം നിശ്ചിത എണ്ണം കണക്കാക്കി നാം എല്ലാവരും ഇരുന്ന് ഓതി അങ്ങനെ 1,00,000 സമയത്ത് അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുക, പടച്ച റബ്ബേ, ഞാൻ 1,00,000 ഇഖ്ലാസ് സൂറത്ത് ഓതിയിട്ടുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയിട്ടുണ്ട്. അതിലൊരുപാട് തെറ്റുകൾ ഉണ്ടാവും. ആ തെറ്റുകളൊക്കെ എനിക്ക് പുറത്തു തരണം റഹ്മാനെ. ഇതെന്റെ ഖബറിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കിയിട്ട് നീ സ്വീകരിക്കണം അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഖബറിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി 1,00,000 ഇഖ്ലാസ് സൂറത്തിനെ നമുക്ക് ഓതി വെക്കാൻ കഴിയണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ, ആ തഹ്ലീലിനെയും നാം ഇതുപോലെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചൊല്ലുന്ന സമയത്ത് നിശ്ചിത എണ്ണം കണക്കാക്കിയിട്ട് ഒരു 70,000 ഓരോരുത്തരും ചൊല്ലുന്ന രീതിയിലേക്ക് എത്തിക്കുക. അങ്ങനെ 70,000 ചൊല്ലിയിട്ട് നാം അതും നമ്മുടെ ഖബറിലേക്ക് ഒരു മുതൽക്കൂട്ടാക്കി വെച്ചുകൊണ്ട് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പടച്ച റബ്ബ് സ്വീകരിക്കാതിരിക്കില്ല. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ ഇഖ്ലാസ് സൂറത്ത് ഓതണം. അതുപോലെ തന്നെ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ,
നിഅമൽ മൗലാ വനിഅമൻ നസീർ, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. ഈ ദിക്റിനെ നാം എപ്പോഴും ധാരാളമായി ചൊല്ലണം. പ്രത്യേകിച്ച് ഇശാ മഗ്‌രിബിനിടയിൽ എല്ലാ ദിക്റുകളും ചൊല്ലുന്ന കൂട്ടത്തിൽ ഈ ദിക്റ് കൂടെ ചൊല്ലണം. എൻ്റെ എല്ലാ കാര്യവും നാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പടച്ച റബ്ബിനെ ഞാൻ തവക്കുലാക്കി എല്ലാ കാര്യവും അള്ളാഹുവിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഭരമേൽപ്പിക്കലാണ് ഈ ദിക്റിലൂടെ. ഈ ദിക്ർ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ദിക്ർ ചൊല്ലുന്ന സമയത്ത് ഒരു പക്ഷെ പെട്ടെന്ന് ചെല്ലാൻ കഴിയില്ല എന്നൊക്കെ പരാതി പറയുന്നവരുണ്ട്. അതിന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം കുട്ടികൾക്കൊക്കെ അറിയുന്ന ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. ചില ആളുകളൊക്കെ ചൊല്ലുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലർക്കും തിരുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് എന്ന് ചൊല്ലുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാല് മാ ഫീ ഖൽബി എൻ്റെ ഹൃദയത്തിലില്ല, ഗൈറുല്ലാഹ് അല്ലാഹു അല്ലാതെ മറ്റാരും എൻ്റെ ഹൃദയത്തിലില്ല എന്നാണ്. അപ്പോ മാ ഫീ ഖൽബി ഖൈറുല്ലാഹ് എന്ന് പറഞ്ഞാലോ നമുക്ക് ഖൈറായ അള്ളാഹിനെയാണ് വേണ്ടത്. അപ്പോ ഖൈറായ അള്ളാഹിന്റെ ഹൃദയത്തിലില്ല എന്ന് പറയാൻ പാടില്ല. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഗൈറുല്ലാഹ് എന്നാണ് ചൊല്ലേണ്ടത്. ഇശാ മഗ്‌രിബിനിടയിൽ നാം ഒരിക്കലും പുറത്തിറങ്ങി നടക്കരുത്. കുഞ്ഞുങ്ങളും വലിയവരും സ്ത്രീകളും പ്രായമായവരും ആരും ഇശാ മഗ്‌രിബിനിടയിൽ പുറത്തിറങ്ങി നടക്കാതിരിക്കുക. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പിശാചുക്കൾ ഊരു ചുറ്റുന്ന സമയമാണ് ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇശാ മഗ്‌രിബിനിടയിൽ വീട്ടിൽ ഖുർആൻ ഓതണമെന്നും സുഗന്ധം പുകയിപ്പിക്കണമെന്നും സൽക്കർമ്മങ്ങൾ ഇശാ മഗ്‌രിബിനിടയിൽ വീട്ടിൽ ചെയ്യണമെന്നും പറയാൻ കാരണം. വീട്ടിൽ ആ സമയത്ത് ഖുർആൻ ഓതുന്നില്ല, ഒരു ചീഞ്ഞ മണം ഒക്കെയാണ് വീടിനുള്ളിലുള്ളതെങ്കിൽ ശൈത്വാന്മാർ നമ്മുടെ വീടിനുള്ളിലേക്ക് ആകർഷിക്കുകയും പെട്ടെന്ന് അവർ വീട്ടിനുള്ളിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് ആ സമയത്ത് നാം ദിക്റുകളും ദുആകളും ഖുർആനോത്തുകളും ഒക്കെയായി നമ്മുടെ വീടിന്റെ അകത്തളം ശുദ്ധീകരിക്കണം. സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് നല്ല വൃത്തിയാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നാം ഇശാ മഗ്‌രിബിനിടയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അനാവശ്യമായിരിക്കുന്ന സംസാരങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം. പല മഹാന്മാരും ഇശാ മഗ്‌രിബിനിടയിൽ സംസാരിക്കാറേ ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇശാ മഗ്‌രിബിനിടയിൽ നാം ഒരിക്കലും അനാവശ്യമായി സംസാരിക്കരുത്. ഇന്നത്തെ കാലത്ത് ഇശാ മഗ്‌രിബിനിടയിൽ പറയേണ്ടതില്ല. നമ്മുടെ സീരിയലുകളൊക്കെ തുടങ്ങുന്നത് വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെയാണ്. ആ സമയത്ത് സീരിയൽ കണ്ടുകൊണ്ട് അതല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ട് കോമഡി കണ്ടുകൊണ്ട് നമ്മുടെ വീടിന്റെ അകത്തളം മലീമസമാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ജീവിതം ശ്രദ്ധിക്കണേ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടാതെ ദിക്റുകളും സ്വലാത്തുകളും ഖുർആനോത്തുകളുമായി ഇശാ മഗ്‌രിബിനിടയിലുള്ള സമയം നാം ചെലവഴിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ കഴിയുമോ ഈ സമയത്ത് ഖുർആൻ ഓതിയാല് ദിക്ർ ഓതിയാല് നിസ്കരിക്കാൻ നിന്നാല് എന്നൊക്കെ പറയുന്നവരുണ്ടാവാം. നമ്മുടെ മക്കൾക്ക് ഇബാദത്തിനൊക്കെ കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അവരെ പഠനത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് കൂടുതൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പഠിക്കാനുള്ള ഉത്സാഹവും അവർക്കുണ്ടാവും. അത് നാം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.